പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISL 11ാം സീസണിലെ 14ാം മത്സരത്തിനായിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഇറങ്ങിയിരുന്നത്. എന്നാൽ വീണ്ടും ഒരു നിരാശയാണ് ബ്ലാസ്റ്റേഴ്സിനെ തേടിയെത്തിയിരിക്കുന്നത്. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഇന്നലത്തെ മത്സരത്തിൽ ജംഷഡ്പൂർ FC ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ മത്സരത്തെ പരാജയത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകളൊക്കെ ഈ സീസണിൽ ഏകദേശം അസ്തമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിച്ചാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് ഇനിയൊരു പ്ലേ ഓഫ് സാധ്യതകൾ നമുക്ക് മുന്നിൽ കാണേണ്ടതുള്ളൂ. എന്തായാലും ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇനിയും ടൈറ്റായ മാച്ചുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകളൊക്കെ അസ്തമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലാണ് ഇവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് ആവി ഇരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഇന്നലത്തെ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ TG പുരുഷോത്തമൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടു പോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയോട് തന്നെ കിടക്കാം. എന്തായാലും TG പുരുഷോത്തമനോടുള്ള ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഇന്നലത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കിട്ടിയത് നോവാ സദോയ്ക്കായിരുന്നു. എന്നാൽ നോവാ സദോയ്ക്ക് അതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നോവാ സദോയ് ആയിരുന്നു ഇന്നലത്തെ മത്സരത്തിലെ തോൽവിക്ക് കാരണമെന്നതായിരുന്നു TG പുരുഷോത്തമനോടുള്ള ആദ്യത്തെ ചോദ്യം. എന്നാൽ അദ്ദേഹം അതിന് മറുപടിയായി പറയുന്നത് ഇങ്ങനെയാണ്: ഒരിക്കലുമല്ല, നോവയെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല. നോവയെ മാത്രമല്ല, ഒരു പ്ലെയറിനെയും നമുക്ക് പ്രത്യേകിച്ച് കുറ്റം പറയാനൊന്നും സാധിക്കില്ല. ബ്ലാസ്റ്റേഴ്സിന് ധാരാളം അവസരങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ അതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. അതാണ് പരാജയപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ എടുത്തു പറയുന്നത്. കൂടാതെ പ്രതിരോധ നിരയിലെ പാളിച്ചയെപ്പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട്. പ്രതിരോധ നിരയിൽ നിരവധി പാളിച്ചകൾ ഇന്നലത്തെ മത്സരത്തിൽ വന്നു എന്ന് അദ്ദേഹം ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട്. എന്തായാലും അതൊക്കെ പരിഹരിച്ച് അടുത്ത മത്സരത്തിൽ ശക്തമായി തന്നെ തിരികെ വരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് അടുത്ത മത്സരത്തിൽ ശക്തമായി തന്നെ തിരികെ വരുമെന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ TG പുരുഷോത്തമൻ നൽകുന്നത്.